ഈ ബസ്സിൽ നടന്ന ലൈംഗിക അതിക്രമവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൽ ശരി തെറ്റ് പറയാൻ ഞാൻ ആളല്ല. ബിക്കോസ് നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് ഇതാണ് ശരി അല്ലെങ്കിൽ ഇതാണ് തെറ്റ് എന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാനൊരു ഒപ്പീനിയനും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം അത് അവർക്ക് രണ്ടുപേർക്കും മാത്രം അറിയുന്ന കാര്യമാണ്. ഇപ്പം ശരിക്കും അയാൾ അറിഞ്ഞുകൊണ്ടാണോ തെറ്റ് ചെയ്തത്, കുറ്റബോധത്തിലാണോ തെറ്റ് ചെയ്തത്, ഇനി അപ്പുറത്തെ സ്ത്രീക്കാണ് തൻ്റെ ശരീരത്തിൽ ഒരാൾ അറിഞ്ഞുകൊണ്ടാണോ അറിയാണ്ടാണോ തൊട്ടതെന്ന് പറയാൻ പറ്റുന്ന ആ സ്ത്രീക്കുമാണ്. അതുകൊണ്ട് അതിൽ ഞാൻ ഒപ്പീനിയൻ പറയാൻ ആളല്ല. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സോഷ്യൽ മീഡിയയിലായാലും അല്ലാണ്ടായാലും ഒരുപാട് ആക്രമണങ്ങൾ ഈ സ്ത്രീക്കെതിരെ ഇപ്പം കുറ്റം ആരോപിക്കപ്പെട്ട് അറസ്റ്റിലാക്കപ്പെട്ടിട്ടുള്ള സ്ത്രീക്കെതിരെ വരുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്കാലം അത്രയും സ്ത്രീകൾ നടത്തിയ പോരാട്ടങ്ങളൊക്കെ റദ്ദ് ചെയ്തുകൊണ്ട് പുരുഷന്മാരിവിടെ വളരെ മാന്യമായിട്ടാണ് സ്ത്രീകളുടെ അടുത്ത് ഇടപെടുന്നത്. ഇപ്പം ഞാൻ നിയമസഭാ പുസ്തകോത്സവത്തിന് വന്ന സമയത്ത് എൻ്റെ കുറേ വിക്ടിംസ് കാണാൻ നേരിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, സോഷ്യൽ സ്പേസിൽ വന്നിട്ട് ഇത് പറയാനുള്ള ധൈര്യം പലർക്കും ഇല്ല എന്നുള്ള ഒരു കാരണമാണ്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇപ്പുറം നിൽക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ചെറിയ രീതിയിൽ പോലും കുറ്റം ആരോപിക്കാൻ പറ്റുന്ന അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നത് ഒരു സ്ത്രീയാണെങ്കിൽ മാത്രമേ ഈ പ്രശ്നമുള്ളൂ. നേരെ തിരിച്ച് നിങ്ങൾ വിചാരിക്കുക, ഒരാണുങ്ങളായിരുന്നു ഇപ്പുറത്തെ പ്രതിപക്ഷത്തുണ്ടായിരുന്നെങ്കിൽ പറയുന്നത് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇപ്പം സൈബർ അറ്റാക്ക് ഏറ്റവും മോശമായ രീതിയിൽ നേരിട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. രാഹുൽ മാങ്കൂട്ടം വിഷയം വന്നപ്പോൾ ആ സമയത്തൊക്കെ എപ്പോഴും എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത് കാര്യം സ്ത്രീകളുടെ ഉടലുമായി ബന്ധപ്പെടുത്തി ഏറ്റവും മോശമായ രീതിയിൽ പ്രചരണം നടത്തുക എന്നുള്ളതാണ്. ആ ഇടങ്ങളിൽ നമ്മൾ വേച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ നടക്കുന്ന സ്ത്രീകളും പിന്നാലെ നടക്കുന്നവരും വീണുപോകും.